യഥാരൂപത്തിന്റെ 14-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ഈ അധ്യായത്തിൽ ഭഗവാൻ ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങളായിട്ടുള്ള സത്വരജസ്തമോ ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, അതോരോ ജീവാത്മാവിനെയും എങ്ങനെയാണ് ബന്ധിക്കുന്നത്, ഓരോ ഗുണങ്ങളും വർദ്ധിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ഗുണങ്ങളും നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത്, അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, ഈ ഗുണങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം, ആ ഗുണങ്ങളിൽ നിന്ന് രക്ഷ നേടിയ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഈ അധ്യായത്തിൽ ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൗതിക പ്രകൃതിയെക്കുറിച്ചും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ചും വിശദമായിട്ട് അറിയുന്നത് ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും മോക്ഷം ലഭിക്കുന്നതിനുള്ള ഒരു യോഗ്യതയാണ്. അത് വിശദമായിട്ട് അറിഞ്ഞവർക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്നും മോക്ഷം ലഭിക്കും. പിന്നീട് ആ വ്യക്തിക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ ഒരു ഭൗതിക ശരീരം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയുന്നതിന് വേണ്ടി, അത് വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ ഈ അധ്യായത്തിൽ ആ ഗുണങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ആദ്യമായിട്ട് ഭഗവാൻ ആ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണമാണ് ഈ ഭൗതിക പ്രകൃതിയിൽ നമ്മളെ കെട്ടിയിടുന്നത്, ബന്ധിച്ചു നിർത്തുന്നത്. ഒരു ശരീരത്തിൽ ജീവാത്മാവിനെ ബന്ധിച്ചു നിർത്തുന്നത് ഈ ഗുണങ്ങളാണ്, സത്വരജസ് തമോ ഗുണങ്ങളാണ്. ആ ഓരോ ഗുണത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ചും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പാപം കുറഞ്ഞിട്ടുള്ളത് സത്വഗുണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തത്ര സത്വം നിർമ്മലത്വാ പ്രകാശകം അനാമയം. ഭൗതികമായിട്ടുള്ള ഭൗതിക ഗുണങ്ങളിൽ ഏറ്റവും പാപങ്ങൾ കുറഞ്ഞിട്ടുള്ളത്, നിർമ്മലമായിട്ടുള്ളത് സത്വഗുണമാണെന്നും ആ സത്വഗുണം സുഖം കൊണ്ട് ഒരു ജീവാത്മാവിനെ ശരീരത്തിൽ ബന്ധിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തത്ര സത്വം നിർമ്മലത്വ പ്രകാശകം അനാമയം സുഖസംഖ്യേന ബധ്നാതി. സുഖം കൊണ്ട് ഒരു ജീവനെ സത്വഗുണം ബന്ധിക്കുന്നു. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാ സംഘസമുദ്ഭവം തന്നിബന്ധനാധികം ദയ കർമ്മസംഖ്യേന ദേഹിനം. രജോ ഗുണം തൃഷ്ണയിൽ നിന്നുണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ തൃഷ്ണയുണ്ടാക്കുന്നതാണ്, അസംതൃപ്തി ഉണ്ടാക്കുന്നതാണ്. അസംതൃപ്തി കൊണ്ട് തന്നെ ഒരു വ്യക്തി കൂടുതൽ പ്രവൃത്തികളിൽ മുഴുകും. അങ്ങനെ ആ പ്രവൃത്തികൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ടാണ് രജോ ഗുണം ഒരു വ്യക്തിയെ ബന്ധിക്കുന്നത്, ഒരു ജീവാത്മാവിനെ ശരീരത്തിൽ ബന്ധിക്കുന്നത്. കർമ്മസംഖ്യേന ദേഹിന. കർമ്മങ്ങൾ കൊണ്ടാണ് രജോ ഗുണം ഒരു ജീവനെ ബന്ധിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി തമോ ഗുണം. തമോ ഗുണം അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. തമസ്ത് അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിന. എല്ലാ ദേഹത്തിലും ഈ തമോ ഗുണമുണ്ട്. ഈ ലോകം തന്നെ തമോ ഗുണം കൊണ്ട് നിറഞ്ഞതാണ്. എല്ലാ ജീവജാലങ്ങളെയും മോഹിപ്പിക്കുന്നതാണ്, മനോവിഭ്രാന്തിയിൽ പെടുത്തുന്നതാണ് തമോ ഗുണം. ശരിയായ ജ്ഞാനം ഒരിക്കലും തമോ ഗുണത്തിൽ ഉണ്ടാകുന്നില്ല. തമസ്ത് അജ്ഞാനജം വിദ്ധി. അജ്ഞാനത്തിൽ നിന്നാണ് തമോ ഗുണം ഉണ്ടാകുന്നത്. തമോ ഗുണത്തിൽ ഉള്ള ഒരു വ്യക്തിയുടെ ജ്ഞാനം നേരെ വിപരീതമായിട്ടുള്ള ജ്ഞാനമാണ്, അജ്ഞാനമാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുന്നില്ല. പ്രമാദാലസ്യ നിദ്ര വിതന്നിബദ്ധാതി ഭാരത. തമോ ഗുണത്തിലുള്ള വ്യക്തി പ്രമാദം കൊണ്ടും നിദ്ര കൊണ്ടും ആലസ്യം കൊണ്ടും ബന്ധിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഓരോ ഗുണവും വർദ്ധിക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്വഗുണം വർദ്ധിക്കുന്ന സമയത്ത് മനസ്സിൽ സംതൃപ്തി ഉണ്ടാകാം. സർവദ്വാരേഷു ദേഹേഷു പ്രകാശോപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യ വിവൃതം സത്വം ഇത്യുത. സത്വം വർദ്ധിക്കുന്ന സമയത്ത് മനസ്സിൽ സംതൃപ്തി ഉണ്ടാകും, മുഖത്ത് പ്രകാശമുണ്ടാകും, അതേപോലെ ശരിയായിട്ടുള്ള ജ്ഞാനവും ഉണ്ടാകും സാത്വിക ഗുണം വർദ്ധിക്കുന്ന സമയത്ത്. അപ്പം ഒരു വ്യക്തിക്ക് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ
ശാന്തി ഉണ്ടാകണമെങ്കിൽ, മനസമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സാത്വിക ഗുണം വർദ്ധിക്കണം. സാത്വിക ഗുണം വർദ്ധിച്ചാലേ സമാധാനം, സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. സാത്വിക ഗുണം വർദ്ധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംതൃപ്തി, സമാധാനം, ശാന്തിയൊക്കെ അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവും. യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സംഭവിക്കുന്നത് എന്ന് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാത്വിക ഗുണത്തിൽ മാത്രമാണ്. കാരണം യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത് സാത്വിക ഗുണത്തിലാണ്. ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃതം സത്വമിത്യുത. ഇപ്പൊ ഇത് വർദ്ധിക്കുന്നതും കുറയുന്നതുമാണ്. ഗുണം ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല. നമ്മൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഗുണത്തിനെ വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അതിനുള്ള പ്രാക്ടീസ് ചെയ്താൽ മതി. സാത്വിക ഗുണം വർദ്ധിക്കണമെങ്കിൽ സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക, സാത്വികരായിട്ടുള്ള വ്യക്തികളോട് സമ്പർക്കം പുലർത്തുക. ഇങ്ങനെ നമുക്ക് സാത്വിക ഗുണം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ ഗുണവും നമ്മൾക്ക് വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും സാധിക്കും. തമോ ഗുണത്തിലുള്ള ഭക്ഷണങ്ങൾ ശീലിക്കുക, തമോ ഗുണത്തിലുള്ള ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുക, തമോ ഗുണത്തിലുള്ള പെരുമാറ്റങ്ങൾ, കൂടുതൽ ഉറങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തമോ ഗുണം വർദ്ധിക്കും. രജോ ഗുണത്തിലുള്ള ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുക, രജോ ഗുണത്തിലുള്ള ഭക്ഷണശീലം ഉണ്ടാവുക, ഇതൊക്കെ രജോ ഗുണം വർദ്ധിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാം അശമ സ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. രജോഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അസംതൃപ്തി ഉണ്ടാകും. ഒരിക്കലും തൃപ്തി ഉണ്ടാവുന്നില്ല. മനസ്സിൽ ദുഃഖമുണ്ടാകും. എനിക്കെന്തോ ഒന്നും കിട്ടിയില്ലല്ലോ, ഞാൻ എത്രയോ കഠിനമായിട്ട് പ്രയത്നിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല, അതൊന്നും പോരാ, കിട്ടിയതൊന്നും പോരാ, മറ്റുള്ളവർക്ക് അതിനേക്കാളുണ്ട്, അതുകൊണ്ട് എനിക്കും അവർക്കുള്ളതുപോലെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് മനസ്സിന് വലിയ അസംതൃപ്തി ഉണ്ടാകും. ആ അസംതൃപ്തിക്ക് കാരണം രജോ ഗുണമാണ്. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അസംതൃപ്തിയാണ് ഉണ്ടാവുന്നത്. എത്ര ധനമുണ്ടെങ്കിലും ആ വ്യക്തിക്ക് അസംതൃപ്തിയാണ് ഉണ്ടാവുന്നത്, രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞു. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാം അസമസ്പൃഹ. അപ്പൊ രജോ ഗുണത്തിൽ ഒരിക്കലും ആ വ്യക്തിക്ക് വീണ്ടും അടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ല, വീണ്ടും പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ വീണ്ടും കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ ഏറ്റെടുക്കും രജോ ഗുണത്തിലുള്ള വ്യക്തികൾ. അതാണ് രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാലുള്ള മാറ്റം. ഇനി തമോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്രകാശോ അപ്രവർത്തിച്ച പ്രമാദോ മോഹ ഏവച്ച തമസ്യേതാനി ജായന്തേ വിവൃതേ കുരുനന്ദന. തമോ ഗുണം വർദ്ധിക്കുന്ന സമയത്ത് യാതൊരു സംതൃപ്തിയുമില്ല. പക്ഷേ ആ വ്യക്തി പ്രവൃത്തി ചെയ്യാനും തയ്യാറാകുന്നില്ല. അപ്രവർത്തിച്ച, മടിയാണ് ഉണ്ടാവുന്നത്, ആലസ്യമാണ് ഉണ്ടാവുന്നത്. പ്രമാദോ മോഹ ഏവച്ച, തെറ്റിദ്ധാരണകളും ഊഹാപോഹങ്ങളുമാണ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. യഥാർത്ഥ ജ്ഞാനം ഒരിക്കലും ഉണ്ടാകുന്നില്ല. യഥാർത്ഥ ജ്ഞാനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും തമോ ഗുണം വർദ്ധിക്കുന്ന സമയത്ത്. അതിനുശേഷം ഭഗവാൻ ഓരോ ഗുണത്തിലും ശരീരം വെടിഞ്ഞാലുണ്ടാകുന്ന ആ ഫലത്തിനെ കുറിച്ച് പറഞ്ഞു. എവിടെയാണ് ആ വ്യക്തി, ആ ജീവാത്മാവ് എത്തിച്ചേരുന്നത്? ഓരോ ഗുണത്തിലും ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവാത്മാവിന്റെ ഗതി എന്താണ്, അടുത്ത ശരീരം എന്താണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. സത്വഗുണത്തിലാണ് ഒരു വ്യക്തി മരിക്കുന്നതെങ്കിൽ ഉയർന്ന ലോകങ്ങളിൽ എത്തിച്ചേരും. ഉന്നതമായിട്ടുള്ള ഭക്തന്മാർ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഋഷീശ്വരന്മാർ, പുണ്യാത്മാക്കളൊക്കെ ജീവിക്കുന്ന ഉയർന്ന ലോകങ്ങളിൽ, തപോലോകം, ജനലോകം, മഹർലോകം, അതേപോലെ ബ്രഹ്മലോകം, സത്യലോകം, ഇങ്ങനെ ഉയർന്ന ലോകങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹഭൃത് തതോ ഉത്തമവിധാൻ ലോകാൻ അമലാൻ പ്രതിപദ്ധ്യത. അമലമായിട്ടുള്ള പുണ്യാത്മാക്കൾ വസിക്കുന്ന നിർമ്മലമായിട്ടുള്ള ലോകങ്ങളിൽ ജീവിക്കാം, അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി രജോ ഗുണത്തിലാണ് മരിക്കുന്നതെങ്കിൽ ഇവിടെ തന്നെ ജനിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ തന്നെ ജനിക്കേണ്ടി വരും. രജസി പ്രളയം ഗത്വ കർമ്മസംഖ്യഷു ജായതേ. ഭൗതികമായിട്ട് മാത്രം ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ
ആത്മീയമായിട്ടുള്ള അറിവില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വീണ്ടും ജനിച്ച് മത്സരിച്ച് വീണ്ടും ജീവിക്കേണ്ടി വരും. സംതൃപ്തി ഇല്ലാതെ വീണ്ടും ജനിക്കേണ്ടി വരും. തഥാ പ്രലീന തമസി മൂഢയോനിഷു ജായത. ഇനി തമോ ഗുണത്തിലാണ് മരിക്കുന്നതെങ്കിൽ നരകീയ ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ മൃഗങ്ങളായിട്ട് ജനിക്കേണ്ടി വരും. മൂഢയോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളായിട്ടുള്ള ശരീരം എടുക്കേണ്ടി വരും തമോ ഗുണത്തിൽ മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഗുണത്തിലും ശരീരം വിട്ടാലുള്ള ആ ജീവാത്മാവിന്റെ ഗതിയെ കുറിച്ചാണ് പറയുന്നത്. ഉയർന്ന ഗതി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സാത്വിക ഗുണത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് ശരീരം വെടിയണമെന്നാണ് പറയുന്നത്. തമോ ഗുണത്തിലും രജോഗുണത്തിലുമാണെങ്കിൽ വീണ്ടും താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ ശില പ്രഭാതർ പറയുന്നുണ്ടായിരുന്നു, മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും താഴോട്ട് പോകുന്നില്ല എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകും എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്, അല്ലെ? ഒരാൾ മരിച്ചു, അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മെസ്സേജ് അയക്കുക? അദ്ദേഹം വിഷ്ണുപദം പോയി എന്നൊക്കെ മെസ്സേജ് അയക്കും, അല്ലെ? അദ്ദേഹം യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ആ വ്യക്തി തമോ ഗുണത്തിലാണ് പോകുന്നതെങ്കിൽ അടുത്തത് നരകത്തിലേക്കോ അല്ലെങ്കിൽ മൂഢയോനിഷു മൃഗങ്ങളുടെ ജീവിതത്തിലേക്കാണ് പോകുന്നത്, വിഷ്ണുപദത്തിലേക്കൊന്നുമല്ല പോകുന്നത്. ഇനി രജോഗുണത്തിലാണെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ ജനിക്കാം. സാത്വിക ഗുണത്തിലാണെങ്കിലും വിഷ്ണുപദത്തിലേക്കല്ല പോകുന്നത്. സാത്വിക ഗുണത്തിലാണെങ്കിൽ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം. അത്രേ അവർക്ക് ഗതിയുള്ളൂ. അതാണ് അവരുടെ യഥാർത്ഥ ഗതി. ഭഗവത്ഗീത അനുസരിച്ച് ഭഗവാൻ പറയുന്ന ഗതി അങ്ങനെയാണ്. നമ്മുടെ സങ്കല്പം അനുസരിച്ചിട്ടല്ല ഒരു ജീവാത്മാവ് പോകുന്നത്. ഇതിന് വേറൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം അനുസരിച്ചിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. നമ്മൾ വെറുതെ സങ്കല്പിച്ചത് കൊണ്ട് മാത്രം അവർ പോകുന്നില്ല. സങ്കല്പം വേറെയാണ്, സത്യം വേറെയാണ്, അല്ലെ? ഭഗവാൻ സത്യം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യാകാര്യ വ്യവസ്ഥിതി. ശാസ്ത്രം അനുസരിച്ചിട്ടാണ് നമ്മൾ സത്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഊഹാപോഹം നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചത് കൊണ്ട് ഒരിക്കലും അത് സത്യമായിട്ട് മാറുന്നില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം ആ ഗതിയെക്കുറിച്ചും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇനി അടുത്ത ശ്ലോകമാണ് നമ്മൾക്ക് ഇന്ന് വായിക്കാനുള്ളത്, 16-ാമത്തെ ശ്ലോകം. അതില് ഓരോ ഗുണത്തിലുമുള്ള പ്രവൃത്തിയുടെ ഫലം നമ്മൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ എന്ത് നേട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, ഭാവിയിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ഏത് ഗുണത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഏത് ഗുണത്തിലാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾക്ക് നേരത്തെ തന്നെ പ്രവചിക്കാൻ സാധിക്കും, അല്ലെ? നമ്മൾ ജ്യോത്സ്യരുടെ അടുത്ത് പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാവി മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭാവിയെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പ്രവചിക്കുന്നത്. കർമ്മണ സുഹൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസ ഫലം. ഓരോ ഗുണത്തിലും പ്രവൃത്തി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ വ്യക്തിയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. അതാണ് ആ വ്യക്തിയുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഏത് ഗുണത്തിലാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഗുണസങ്കോസ്യ സത് അസദ്യോനി ജന്മസു. ഗുണമനുസരിച്ചിട്ടാണ് നമ്മുടെ അടുത്ത ശരീരങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ ഭാവി തീരുമാനിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് ഗുണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. ആ ഫലത്തിനെ കുറിച്ച് ഭഗവാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ 16-ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. യെസ്, ആരാണ് വായിക്കുന്നത്? ഞാൻ വായിക്കട്ടെ പ്രഭുജി? ഓക്കെ, സഞ്ജയനെ മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. കർമ്മണ സുഹൃദസ്യാഹോ സാത്വികം നിർമ്മലം ഫലം രജസസ്തു ബലം ദുഃഖം അജ്ഞാനം തമസഫലം. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. സത്കർമ്മത്തിന്റെ ഫലം വിശുദ്ധമാണ്. അത് സാത്വിക ഗുണത്തിലാണെന്ന് പറയപ്പെടുന്നു. രജോ ഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ദുഃഖമാകുന്നു. തമോ ഗുണത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലം മൗഢ്യവും അജ്ഞാനവും. ഭാവാർത്ഥം. സത്വഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം വിശുദ്ധങ്ങളാണ്. തന്മൂലം മോഹമുക്തരായ ഋഷികൾ സന്തുഷ്ടരാണ്.
രജോ ഗുണ സ്വഭാവമുള്ള കർമ്മങ്ങളാകട്ടെ തികച്ചും ദുഃഖകരങ്ങളാണ്. ഭൗതിക സുഖത്തിനു വേണ്ടി ചെയ്യപ്പെടുന്ന ഏത് പ്രവൃത്തിയും പരാജയത്തിനെ വഴിവെക്കും. ഒരു ഉദാഹരണം, ഒരാൾ അമ്പരചുംബിയായ ഒരു കെട്ടിടം പണിയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സൗധം നിർമ്മിക്കാൻ എത്ര മനുഷ്യർ കഠിനമായി ക്ലേശിക്കണം. വീട്ടുടമയ്ക്ക് ഇതിന് വേണ്ട ധനം സമ്പാദിക്കാനും വളരെ ക്ലേശിക്കേണ്ടി വരുന്നു. വീട് പണിയുന്നവരുടെ കായികാധ്വാനത്തിന് കണക്കില്ല. ക്ലേശങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ടാണ് രജോ ഗുണ പ്രേരിതങ്ങളായ കർമ്മങ്ങൾ തികച്ചും ദുഃഖകരങ്ങളെന്ന് ഭഗവത്ഗീത നിർവഹിച്ചത്. ഈ വീട് അല്ലെങ്കിൽ ഈ സമ്പത്ത് എന്റേതാണ് എന്ന് തെല്ലൊരു മാനസിക ആഹ്ലാദം ഉണ്ടായേക്കാം. യഥാർത്ഥമായ ആനന്ദമല്ല ഇത്. ഇനി തമോ ഗുണത്തിന്റെ കാര്യം. തമോ ഗുണത്താൽ പ്രേരിതനായി പ്രവർത്തിക്കുന്ന ആൾ മൂഢനാണ്. അതേ കാരണത്താൽ എല്ലാ കർമ്മങ്ങളും ദുഃഖത്തിലേക്ക് നയിക്കുന്നു, അവസാനം മൃഗജീവിതത്തിലേക്കും. മൃഗങ്ങളുടെ ജീവിതം എപ്പോഴും ദുരിതപൂർണമാണ്. മായാശക്തിയാൽ സമ്മോഹിതരായത് മൂലം അവർ അക്കാര്യം അറിയുന്നില്ലെന്നേ ഉള്ളൂ. പാവപ്പെട്ട മൃഗങ്ങളെ കൊല്ലുന്നതും തമോ ഗുണത്താൽ തന്നെ. ഒരിക്കൽ തങ്ങളെ കൊല്ലാൻ ഉതകുന്ന ശരീരം ആ മൃഗങ്ങൾക്ക് കിട്ടുമെന്ന് മൃഗങ്ങളെ ഹിംസിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. പ്രകൃതി നിയമം അതാണ്. മനുഷ്യ സമുദായത്തിൽ ഒരാൾ മറ്റൊരുവനെ കൊല്ലുന്നുവെങ്കിൽ കൊലപാതകി തൂക്കിലിടപ്പെടുന്നു. രാജ്യത്തിന്റെ നിയമം അതാണ്. പൂർണ്ണമായും സർവേശ്വരന്റെ ഭരണത്തിൻ കീഴിലുള്ള രാജ്യത്തെ ആരും കാണാത്തത് അജ്ഞതയാലാണ്. ഏതൊരു ജീവിയും ഭഗവാന്റെ സന്താനമാണ്. ഒരു ഉറുമ്പിനെ കൊല്ലുന്നത് പോലും അദ്ദേഹം പൊറുക്കുകയില്ല. അതിന്റെ അനന്തരഫലം അയാൾ അനുഭവിച്ചേ പറ്റൂ. ജിഹ്വാ സംതൃപ്തിക്ക് വേണ്ടി മൃഗങ്ങളെ ഹിംസിക്കുന്നത് ഏറ്റവും കടുത്ത അജ്ഞതയാണ്. മനുഷ്യന് മൃഗങ്ങളെ കൊല്ലേണ്ടുന്ന ആവശ്യമേ ഇല്ല. നമുക്ക് ഈശ്വരദത്തങ്ങളായി വളരെയധികം നല്ല ഭക്ഷ്യപദാർത്ഥങ്ങളുണ്ട്. എന്നിട്ടും മാംസഭക്ഷണത്തിൽ ആസക്തനാകുന്നത് അജ്ഞാനത്തിൽ തന്നെ എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ചെയ്യുന്നവർ ഭാവിയെ സ്വയം അന്ധകാരമയമാക്കുകയാണ്. ജന്തുഹിംസകളിൽ വെച്ച് ഗോഹത്യയാണ് ഏറ്റവും ദുഷ്ടമായത്. പാൽ തരുന്നത് കൊണ്ട് പശു നമുക്ക് സർവ്വസുഖങ്ങളും നൽകുകയാണ് ചെയ്യുന്നത്. കടുത്ത അജ്ഞാനത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഗോവധം. ഗോപി പ്രണീത മത്സരം എന്ന ഋഗ്വേദ സൂക്തം 9:4-54 നോക്കുക. പാൽ കുടിച്ച് പൂർണ്ണ സംതൃപ്തനായ ഒരാൾ പശുവിനെ ഹിംസിക്കാൻ ആഗ്രഹിക്കുന്നത് കടുത്ത തമോ ഗുണത്തിലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വൈദിക സാഹിത്യത്തിലെ ഒരു പ്രാർത്ഥന ഇപ്രകാരം പറയുന്നു: നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗത്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വിഷ്ണു പുരാണം. ഭഗവാൻ പശുക്കളുടെയും ബ്രാഹ്മണരുടെയും അഭ്യുദയകാംക്ഷിയാണ്. ലോകത്തിനും മാനവ സമൂഹത്തിനാകെ തന്നെയും അഭ്യുദയകാംക്ഷിയാണ്. ഈ സ്തുതിയിൽ പശുക്കളുടെയും ബ്രാഹ്മണരുടെയും സംരക്ഷണത്തെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ബ്രാഹ്മണർ ആധ്യാത്മിക സംസ്കാരത്തിന്റെയും പശുക്കൾ അതിവിശിഷ്ടമായ ആഹാരത്തിന്റെയും പ്രതീകങ്ങളാണെന്നാണ്. ബ്രാഹ്മണർക്കും ഗോക്കൾക്കും സർവ സംരക്ഷണവും നൽകണം. അതാണ് സംസ്കാരത്തിന്റെ യഥാർത്ഥ പുരോഗതി. ആധുനിക മാനവ സമൂഹത്തിൽ ആധ്യാത്മിക സംസ്കാരം അവഗണിക്കപ്പെടുന്നു. ഗോവധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മനുഷ്യവർഗം തെറ്റായ വഴിക്കാണ് മുന്നേറുന്നതെന്നും അതിൻ്റെ തന്നെ നാശത്തിന് വഴിവെക്കുകയാണെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. പ്രജകളെ വരും ജന്മങ്ങളിൽ മൃഗങ്ങളാക്കാൻ സഹായിക്കുന്ന സാമൂഹ്യ സംസ്കാരം തീർച്ചയായും മനുഷ്യരുടേതല്ല. ഇന്നത്തെ മാനവ സംസ്കാരം രജസ്തമോ ഗുണങ്ങളാൽ അങ്ങേയറ്റം വഴിപിഴയ്ക്കപ്പെട്ടതാണ്. ആപത്കരമാണ് ഈ കാലം. മനുഷ്യവർഗത്തെ ഒരു മഹാവിപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി സുലളിതമായ കൃഷ്ണാവബോധ പ്രക്രിയയിലേക്ക് നയിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും ശ്രദ്ധിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഓരോ ഗുണത്തിൽ പ്രവർത്തിക്കുന്നതിന്റെയും ഫലം നേരത്തെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്: കർമ്മണ സുഹൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം. നമ്മൾ സാത്വികഗുണത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നിർമ്മലമായിട്ടുള്ള ഫലം, അതായത് നമുക്ക് മനസ്സിൽ സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഒരാൾക്ക് സംതൃപ്തി അനുഭവിക്കണമെങ്കിൽ, നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ നിന്നും ഒരു സംതൃപ്തി നേടണമെങ്കിൽ, തൃപ്തി ഉണ്ടാകണമെങ്കിൽ
മനസ്സിന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രവൃത്തി നമ്മൾ ഏത് പ്രവൃത്തിയാണെങ്കിലും സാത്വിക ഗുണത്തിൽ ചെയ്യണമെന്നാണ്. എങ്ങനെയാണ് സാത്വിക ഗുണത്തിൽ ചെയ്യുന്നത് എന്നൊക്കെ വിശദമായിട്ട് 17-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നത്. തപസ്, ദാനം, യജ്ഞം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഉണ്ട്. നമ്മുടെ മനോഭാവം അനുസരിച്ച് ആ പ്രവൃത്തി മാറും. നമ്മൾ ദാനം ചെയ്യുന്നതിന്റെ മനോഭാവം അനുസരിച്ച് ആ ദാനം തമോ ഗുണത്തിലോ രജോ ഗുണത്തിലോ സാത്വിക ഗുണത്തിലേക്കോ ആവാം. ഒരേ പ്രവൃത്തി തന്നെ നമ്മൾ ചെയ്യുന്ന മനോഭാവം അനുസരിച്ച് വ്യത്യാസപ്പെടും. തമോ ഗുണത്തിലാകാം, രജോ ഗുണത്തിലാകാം, അല്ലെങ്കിൽ സാത്വിക ഗുണത്തിലാകാം. അപ്പൊ ആ പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സാത്വിക ഗുണത്തിൽ ചെയ്താൽ നമ്മൾക്ക് സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കും, നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കും. അത് സാത്വിക ഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെ ഫലമാണ്. ഏത് പ്രവൃത്തി നമ്മൾ സാത്വിക ഗുണത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകും, സന്തോഷവും സമാധാനം ഉണ്ടാകും. ഇവിടെ ശ്രീല പ്രഭാകർ പറയുന്നുണ്ട്, സത്വഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം വിശുദ്ധങ്ങളാണ്. തന്മൂലം മോഹമുക്തരായ ഋഷികൾ സന്തുഷ്ടരാണ്. സത്വഗുണത്തിൽ ചെയ്യുന്നത് കൊണ്ട്, പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകും. യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത് കൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അവർക്ക് സന്തോഷമുണ്ടാകും. അവര് സന്തുഷ്ടരായിട്ട് ജീവിക്കും. അതാണ് സത്വഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം എന്ന് പറയുന്നത്. ഇനി രജോ ഗുണത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്താണ്? രജസസ്തു ഫലം ദുഃഖം. നമ്മൾ രജോ ഗുണത്തിലാണ് പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെങ്കിൽ, ഒരേ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ ഗുണം മാറിപ്പോയി. ഗുണം എന്താണ്? ഗുണം രജോ ഗുണത്തിലാണ് ചെയ്യുന്നത്. ആ രജോ ഗുണത്തിന്റെ മനോഭാവം എന്താണ് എന്നൊക്കെ വിശദമായിട്ട് 17-ാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 18-ാം അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അത് രജോ ഗുണത്തിലായി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അസംതൃപ്തിയാണ് ഫലം. രജസസ്തു ഫലം ദുഃഖം. ഒരിക്കലും നമുക്ക് സന്തോഷം കിട്ടുന്നില്ല. നമുക്ക് വലിയ നേട്ടം ഉണ്ടായാൽ പോലും മനസ്സിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല, ദുഃഖമായിരിക്കും ഉണ്ടാവും. പുറമെ കാണുന്നവർക്ക് വലിയ നേട്ടമൊക്കെ അവർക്ക് ഉണ്ടായല്ലോ എന്ന് പുറമേയുള്ളവർ വിചാരിക്കും. പക്ഷെ അവർക്ക് മനസ്സിൽ ഒരിക്കലും സംതൃപ്തി, സന്തോഷം, സമാധാനം അനുഭവിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? മനസ്സിൽ രജോ ഗുണമാണ് പ്രവർത്തിക്കുന്നത്. രജോ ഗുണത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഫലം എന്താണ്? രജസസ്തു ഫലം ദുഃഖം. ദുഃഖമാണ് രജോ ഗുണത്തിന്റെ ഫലം. ആ രജോ ഗുണത്തിലുള്ള പ്രവൃത്തികളും ദുഃഖങ്ങളാണ്, ക്ലേശകരമാണ്. അതിന്റെ ഉദാഹരണ സഹിതം ശ്രീല പ്രഭാകർ വിശദീകരിക്കുന്നു. അല്ലെ, രജോ ഗുണത്തിലുള്ളവർക്ക് ചെറിയ വീട് വെച്ച് കഴിഞ്ഞാൽ സമാധാനം ആവുന്നില്ല. അതുകൊണ്ട് അവർ വലിയ വീടുണ്ടാക്കണമെന്ന് വിചാരിക്കും. വലിയ സൗകര്യങ്ങളൊക്കെ വേണം, അത് വേണം, ഇത് വേണം, എല്ലാം ബെസ്റ്റ് ക്വാളിറ്റി വേണം, എല്ലാം ബെസ്റ്റ് ആയിട്ട് വേണം, മറ്റുള്ളവരുടെ വീട്ടിനേക്കാൾ വലുതായിരിക്കണം. അങ്ങനെ അവര് വലിയ കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കും. അവർക്കുള്ള സാലറി, അവർക്കുള്ള പണത്തിനേക്കാൾ കൂടുതൽ വലിയ ചെലവിൽ വീടുണ്ടാക്കും. അതിനുവേണ്ടി ലോൺ എടുക്കേണ്ടി വരും. അത് ലോൺ അടയ്ക്കാൻ വേണ്ടി പിന്നെ അവർ കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ ആ പ്രവൃത്തി തന്നെ ദുഃഖമാണ്, ദുഃഖകരമാണ്, ക്ലേശകരമാണ്. ലളിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ലളിതമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവർ വലിയ വലിയ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യും. ആ പ്രവൃത്തി തന്നെ ദുഃഖകരമാണ്. ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും മനസ്സ് അതിലുള്ള മിസ്റ്റേക്കുകളൊക്കെ കണ്ടുപിടിച്ച് വീണ്ടും അസംതൃപ്തി ഉണ്ടാകും. അത് വേണ്ടില്ലായിരുന്നു, അത് മതിയായിരുന്നു, ഇത് മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും മനസ്സ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് വീണ്ടും അസംതൃപ്തിയാണ്. രജസസ്തു ഫലം ദുഃഖം. ദുഃഖമാണ് വീണ്ടും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരിക്കലും സംതൃപ്തി അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എത്ര വലിയ കഠിനമായിട്ട് പ്രവർത്തിച്ചിട്ടും അവർക്ക് സംതൃപ്തി എന്നുള്ള കാര്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതാണ് രജോ ഗുണത്തിന്റെ പ്രത്യേകത. രജസസ്തു ഫലം ദുഃഖം. അപ്പൊ രജോ ഗുണത്തിലുള്ള ഒരു സമൂഹത്തിലും സംതൃപ്തി ഉണ്ടാകുന്നില്ല എന്ന് പറയും. നമ്മൾ രജോ ഗുണത്തിലുള്ള സമൂഹത്തിലാണെങ്കിൽ ആ സമൂഹത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നില്ല. നമ്മുടെ വീട്ടിൽ രജോ ഗുണമാണ് കൂടുതലെങ്കിൽ വീട്ടിൽ സംതൃപ്തി ഉണ്ടാകുന്നില്ല, സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുന്നില്ല. വീട്ടിൽ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ വീട്ടിൽ സാത്വികഗുണം വർദ്ധിക്കണം. സമൂഹത്തിൽ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ സമൂഹത്തിൽ സാത്വികഗുണം വർദ്ധിക്കണം. അപ്പോഴേ സമൂഹത്തിൽ സംതൃപ്തി ഉണ്ടാകും.
അല്ലാതെ വലിയ വലിയ നേട്ടങ്ങളോ GDP വർധനയോ ഉണ്ടായത് കൊണ്ട് മാത്രം സമൂഹത്തിൽ സ്വസ്ഥതയോ സമാധാനമോ സംതൃപ്തിയോ വർദ്ധിക്കാൻ പോകുന്നില്ല. അവിടെ സാത്വികത വർദ്ധിക്കണം. സാത്വികത വർദ്ധിച്ചാലേ ജനങ്ങൾക്ക് സംതൃപ്തിയും സന്തുഷ്ടിയും സമാധാനം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അസംതൃപ്തിയാണ്, കോമ്പറ്റീഷനാണ് വർദ്ധിക്കുന്നത്, മത്സരത. ആളുകൾ തമ്മിൽ മത്സരത. കുട്ടികളെ തന്നെ മത്സരിപ്പിക്കാൻ പഠിപ്പിക്കും, വേറൊന്നും പഠിപ്പിക്കില്ല. ആ കുട്ടിയെ കണ്ടോ, ആ കുട്ടിയെ പോലെ ആകണം, അവരെക്കാൾ വലുതാകണം, അങ്ങനെ കോമ്പറ്റ് ചെയ്യാൻ പഠിപ്പിക്കും. ചെറുപ്പത്തിൽ തന്നെ കോമ്പറ്റ് ചെയ്യാൻ പഠിപ്പിക്കും. പരസ്പരം കമ്പയർ ചെയ്ത് മത്സരിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. പരസ്പരം സഹകരിക്കാനോ സഹകരിച്ച് പ്രവർത്തിക്കാനോ അവരെ പഠിപ്പിക്കുന്നില്ല. അത് രജോ ഗുണത്തിലുള്ള പഠനമാണ്. അങ്ങനെ രജോ ഗുണത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും സംതൃപ്തി ഉണ്ടാവുന്നില്ല, അവരൊരിക്കലും സഹകരിച്ച് പ്രവർത്തിക്കുന്നില്ല, അവരെ എല്ലാവരും മത്സരിച്ച് പ്രവർത്തിക്കുന്നു. മത്സരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അസംതൃപ്തിയാണ് ഉണ്ടാകുന്നത്. സമൂഹത്തിൽ മുഴുവൻ അസംതൃപ്തി ഉണ്ടാവും. വലിയ വലിയ മെക്കാനിക്കൽ നേട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ വലിയ മെഷീനുകളുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാകും. പക്ഷെ മനുഷ്യന് സംതൃപ്തി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് സംതൃപ്തി ഉണ്ടാകുന്നില്ല. കാരണം രജോ ഗുണത്തിലാണ് പ്രവർത്തിക്കുന്നത്. സമൂഹം മുഴുവൻ രജോ ഗുണത്തിലും തമോ ഗുണത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ തമോ ഗുണത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അപകടമാണ്. എന്താണ് കാരണം? തമസിന്റെ ഫലം എന്താണ്? അജ്ഞാനം തമസഫലം. തമസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അജ്ഞാനമാണ് ഫലം. ഒരു മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ജ്ഞാനമാണ്. ജ്ഞാനത്തിൽ പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് മനുഷ്യൻ. മൃഗങ്ങൾ അജ്ഞാനത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ അതേ മനുഷ്യന് അജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാലും അത് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ആ വ്യക്തിക്കും ആ സമൂഹത്തിനും ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥ എന്താണ്? അജ്ഞാനം തമസഫലം. അജ്ഞാനമാണ് തമസിൽ നിന്നുണ്ടാകുന്നത്. അജ്ഞാനത്തിൽ ഒരു വ്യക്തി എല്ലാവിധ പാപകർമ്മങ്ങളുമാണ് ചെയ്യുന്നത്. അജ്ഞാനത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പാപകരമായിട്ടുള്ള പ്രവൃത്തികളായിരിക്കും. പക്ഷെ എന്താണ്? അത് പാപമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അജ്ഞാനം കൊണ്ട് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നില്ല. വലിയ വലിയ തെറ്റുകൾ ചെയ്താലും അത് തെറ്റാണ് എന്നുള്ള ബോധം ആ വ്യക്തിക്ക് ഉണ്ടാവുന്നില്ല. അത് ധർമ്മമാണെന്ന് അവർ വിചാരിക്കും. ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അത് സമൂഹത്തിനെ വലിയൊരു ആപത്തിലേക്ക്, ഒരു നരകതുല്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അജ്ഞാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിന്റെ തന്നെ അജ്ഞാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ പാപകരമായിട്ടുള്ള കർമ്മമായിരിക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കുക. അതിന്റെ ഉദാഹരണം ശീലപ്രഭാതർ പറയുന്നത് മറ്റു ജീവികളെ കൊന്നു തിന്നുന്നതാണ്, മാംസഭക്ഷണം. മറ്റു ജീവികളെ കൊല്ലുന്ന സമയത്ത് അവർക്ക് വലിയ ദുഃഖം ഉണ്ടാകുന്നുണ്ട്, വലിയ വേദന ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇത് ചെയ്യുന്ന ആളുകൾ പരിഗണിക്കുന്നില്ല. അവർക്കത് തെറ്റാണെന്ന് തന്നെ തോന്നുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് വലിയ നല്ല കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. അത് തെറ്റാണെന്നുള്ള ഒരു ബോധം അവർക്ക് തമോ ഗുണം കൊണ്ട്, അജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നില്ല. അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചും അവർക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ആത്മീയമായിട്ടുള്ള ഒരു ജ്ഞാനവും അവർക്ക് ഉണ്ടാവുന്നില്ല. ഇനി ഭാവിയിൽ ഞാൻ ഒരു മൃഗത്തിനെ കൊന്നു കഴിഞ്ഞാൽ ആ മൃഗം അനുഭവിക്കുന്ന അതേ വേദന എനിക്കും പിന്നീട് അനുഭവിക്കേണ്ടി വരും. പ്രകൃതി നിയമം അങ്ങനെയാണ്, ഈശ്വരന്റെ നിയമമുണ്ട് എന്നൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുന്നില്ല. അതൊക്കെ നഷ്ടപ്പെടും. കാരണം എന്താണ്? തമോ ഗുണത്തിൽ അവരുടെ ജ്ഞാനം നഷ്ടപ്പെട്ടു. അജ്ഞാനം തമസഫലം. ആ വ്യക്തി അജ്ഞാനത്തിലായിപ്പോയി. അതുകൊണ്ട് ഭാവിയിൽ ഇതൊക്കെ സംഭവിക്കും. ഞാനൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അതേ ഫലം എനിക്ക് അനുഭവിക്കേണ്ടി വരും എന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. എല്ലാ ജീവികളുടെ ഹൃദയത്തില് ആത്മാവുണ്ട്. ആരെ ഉപദ്രവിച്ചു കഴിഞ്ഞാലും അത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതല്ല, അതിന്റെയൊക്കെ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ബോധം ഈ തമോ ഗുണത്തിൽ ഉണ്ടാകുന്നില്ല. എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ബോധത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അല്ലെ? മാംസഭോജനം. മാംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ അർത്ഥമുണ്ട്. സ എന്നാണ് സംസ്കൃത വാക്ക്. അല്ലെ? മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്നാണ്. സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ, എന്നെയും ഇതേപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ജീവിയെയും കൊല്ലുന്നത്. മാംസം.
നിനക്കും എന്നെ ഇതേപോലെ ചെയ്യാം, എന്റെ മാംസം നിനക്ക് എടുക്കാം. അത് ചിലപ്പം ഈ ജന്മത്തിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജന്മത്തിലായിരിക്കും. ഇങ്ങനെ ഒരു കോൺട്രാക്ട് ആണ് വേറൊരു ജീവിയിൽ നിന്ന് മാംസം സ്വീകരിക്കുമ്പോൾ നമ്മൾ വെക്കുന്നത്. അതുകൊണ്ടാണ് അതിന് മാംസം എന്ന് പറയുന്നത്. മാംസം എനിക്കും ഇതേപോലെ അനുഭവിക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്റെ നാവ് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, എന്റെ നാക്കിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സഹിച്ചാലും ഞാൻ എന്റെ മാംസം എടുക്കും. ഇപ്പൊ മാംസ എന്ന് പറഞ്ഞ വാക്കിന് തന്നെ അങ്ങനെ ഒരു അർത്ഥമുണ്ട്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ മാംസം എന്നുള്ള വാക്കിനെ ഒക്കെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ വേറെ പല വാക്കുകളുണ്ട് അതിനെ മറച്ചു വെക്കും. മാംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം. മാംസം, എന്നെയും അതുപോലെ നിനക്ക് ചെയ്യാം, ഞാനും ഇതേപോലെ അനുഭവിക്കേണ്ടി വരും, എനിക്കും ഇതേപോലെ അനുഭവിക്കേണ്ടി വരും എന്നാണ് മാംസം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ. പക്ഷെ ഇത് അജ്ഞാനത്തിലുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവര് വിചാരിക്കുന്നത് എന്റെ നാക്കിന് വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്, അപ്പൊ ഞാൻ ഒന്നിനും ഒഴിവാക്കാതെ കഴിക്കണം, എന്റെ അകത്താക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇനി ശീലപ്രഭാതർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ മാംസഭക്ഷണത്തിൽ തന്നെ ഏറ്റവും വലിയ പാപമായിട്ടുള്ളത് ഗോഹത്യയാണ്, പശുക്കളെ വധിക്കുന്നതാണ് എന്ന് പറയും. ആ ഗോഹത്യ നടക്കുന്ന സ്ഥലത്ത് ഒരിക്കലും അവർക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. എവിടേക്കാണോ ഗോഹത്യ, പശുവിനെ വധിക്കുന്നത്, ആ പ്രദേശത്തുള്ളവർക്ക് ആ ആത്മീയ ജ്ഞാനം ഉണ്ടാകാൻ സാധ്യതയില്ല, ഭാഗവതത്തിൽ പറയുന്നത്. കാരണം ആ സമൂഹത്തിലുള്ളവരെല്ലാം ആ ഗോഹത്യക്ക് ഉത്തരവാദികളാണ്, പശുക്കളെ സംരക്ഷിക്കേണ്ടവരാണ്. പശുക്കളെ സംരക്ഷിക്കേണ്ട സമൂഹം തന്നെ അതിനെ ഇല്ലാതാക്കുന്നു. അപ്പോൾ അവർക്ക് ആത്മീയ ജ്ഞാനത്തിലേക്ക് വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. ആ സമൂഹത്തിൽ ഒരിക്കലും ആത്മീയ ജ്ഞാനം ഉണ്ടാകുന്നില്ല. അവർ ആത്മീയതയുടെ പേരിൽ ചെയ്യുന്നതെല്ലാം അജ്ഞാനത്തിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പാപകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും അവർക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുന്നില്ല. അവര് ഭാവിയിൽ ഏറ്റവും വലിയ ഇരുട്ടിലേക്കാണ് പോകുന്നത്. അവർ നരകീയ ലോകങ്ങളിലേക്കാണ് യഥാർത്ഥത്തിൽ പോകുന്നത്. ഇവിടെ ശിലപ്രഭാതർ വിശദീകരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർ ഭാവിയെ സ്വയം അന്ധകാരമയമാക്കുകയാണ്. അവർക്ക് വലിയ അന്ധകാരത്തിലേക്ക് പോകേണ്ടി വരും, അവർക്ക് വലിയ നരകീയ ജീവിതത്തിലേക്ക് പോകേണ്ടി വരും. അതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് അവർ വലിയ പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്, അവർ സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകും എന്നൊക്കെയാണ് അവർ ഊഹിക്കുന്നത്, തെറ്റായിട്ട് ചിന്തിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പാപകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലമായിരിക്കും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരിക്കലും അവർക്ക് ഉന്നതി ഉണ്ടാവുന്നില്ല. ഉയർന്ന ലോകങ്ങളിലേക്ക് പോകണമെങ്കിൽ, സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാത്വികമായിട്ടുള്ള പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്, അല്ലെ? ഊർധം ഗച്ഛന്തി സത്വസ്ഥാനം. സത്വഗുണത്തിലുള്ളവരാണ് ഉയർന്ന ലോകത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ മാംസാഹാരം കഴിക്കുന്നവർ, മറ്റു ജന്തുക്കളെ ഉപദ്രവിക്കുന്നവർ, കൊല്ലുന്നവരൊക്കെ നരകീയ ലോകങ്ങളിലേക്കാണ് തീർച്ചയായിട്ടും പോകുന്നത്. ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധത്തില് വിശദീകരിക്കുന്നുണ്ട് ഓരോ നരകീയ ലോകത്തിനെ കുറിച്ച്. അപ്പൊ അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ സ്വയം ഉയർന്നു പോവുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ പോകുന്നത് അന്ധകാരത്തിലേക്കാണ്, അല്ലെങ്കിൽ നരകീയ ലോകങ്ങളിലേക്കാണ്. പ്രത്യേകിച്ചും ഗോഹത്യ ചെയ്യുന്നവർ, ആ പ്രദേശത്തിലുള്ളവർക്ക് തന്നെ ആത്മീയ ജ്ഞാനം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അവർ ചെയ്യുന്നതൊക്കെ തെറ്റായിട്ട് മാറും. അവർ പിന്നീട് അതിന്റെ ഫലം വലിയ തോതിൽ അവര് അനുഭവിക്കേണ്ടി വരും. അതാണ് ഇവിടെ ശിലപ്രഭാതർ, അത് വലിയ ദുഃഖമാണ്, അത് മനുഷ്യവർഗത്തിന്റെ തന്നെ നാശത്തിനായിട്ട് മാറും എന്ന് പറയുന്നത്. ഈ ഗോവധം ചെയ്യുന്നത് മനുഷ്യ സമൂഹത്തിൽ തന്നെ വലിയ നാശമാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് ഒരിക്കലും ആത്മീയ ജ്ഞാനം ഉണ്ടാകുന്നില്ല. അവരുടെ മാനുഷികമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും നശിച്ചു പോകുമെന്നും പറയുന്നത്. അവർ മനുഷ്യ സമൂഹം തന്നെ അല്ലാതായിട്ട് മാറും എന്നിവിടെ പറയുന്നത്. പ്രജകളെ വരും ജന്മങ്ങളിൽ മൃഗങ്ങളാക്കാൻ സഹായിക്കുന്ന സാമൂഹ്യ സംസ്കാരം തീർച്ചയായും മനുഷ്യരുടേതല്ല. അങ്ങനെയുള്ളൊരു സംസ്കാരത്തെ ഒരിക്കലും മനുഷ്യരുടെ സംസ്കാരമായിട്ട് പോലും കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ പറയുന്നത്. ഭാഗവതത്തിൽ മനുഷ്യ ശരീരമുള്ള എല്ലാവരെയും മനുഷ്യന്മാരുടെ നിലവാരത്തിൽ കണക്കാക്കുന്നില്ല. മനുഷ്യരുടെ സ്വഭാവം കാണിച്ചാൽ മാത്രമേ അവരെ മനുഷ്യരായിട്ട് കണക്കാക്കുന്നു. മനുഷ്യ ശരീരം കിട്ടിയിട്ടും മൃഗങ്ങളെ പോലെ പെരുമാറുന്നവരെ അവർക്ക് വേറെ പേരുണ്ട്. പുരുഷ പശു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. പുരുഷ പശു, മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങൾ. അവർ മൃഗീയമായിട്ടുള്ള സ്വഭാവമാണ് കാണിക്കുന്നത്. അത് മൃഗീയമായിട്ടുള്ള സംസ്കാരമാണ്. മനുഷ്യ ശരീരത്തിൽ മൃഗീയ സംസ്കാരം പ്രകടിപ്പിക്കും. അതാണ് അവര്
ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് മനുഷ്യരുടേതല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ സംസ്കാരം കലിയുഗത്തിൽ അതാണ് കൂടുതലായിട്ട് വളർന്നു വരുന്നത്. കലിയുഗത്തിന്റെ പ്രഭാവം കൊണ്ട് യഥാർത്ഥ മനുഷ്യ സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മൃഗീയ സംസ്കാരമാണ് ഇന്ന് വളർന്നു വരുന്നത്. അതുകൊണ്ട് ഇവിടെ ശിലപ്രഭാത പറയുന്നു, ആപത്കരമാണ് ഈ കാലം. ഈ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. കലിയുഗം യഥാർത്ഥ ധർമ്മത്തിന് വളരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് കലിയുഗത്തിൽ നടക്കുന്നത്. കലിയുഗം അതുകൊണ്ട് വളരെ അപകടകരമാണ് എന്നാണ് പറയുന്നത്. ധർമ്മം ഒരിക്കലും യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ കലിയുഗത്തിലുള്ള ആളുകൾക്ക് സാധിക്കുന്നില്ല. അത് വളരെ അപകടകരമാണ്. മനുഷ്യവർഗത്തെ ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സുലളിതമായ കൃഷ്ണാബോധ പ്രക്രിയയിലേക്ക് നയിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും ശ്രദ്ധിക്കണം. അതിന് ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് നേരിട്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കും തോറും തീർച്ചയായിട്ടും ഒരു വ്യക്തിയിൽ സാത്വിക ഗുണം ഉണർന്നു വരും. തമോ ഗുണം ഇല്ലാതാകും. തമോ ഗുണവും രജോ ഗുണത്തിന്റെയും പ്രവർത്തനം ഇല്ലാതാകും. സാത്വിക ഗുണം ഉണർന്നു വരും. അങ്ങനെ സമൂഹത്തിൽ കൂടുതൽ വ്യക്തികളിൽ സാത്വിക ഗുണം ഉണ്ടാകുന്ന സമയത്ത് ആ സമൂഹത്തിന് യഥാർത്ഥ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴേ യഥാർത്ഥ രീതിയിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്, ഒരു സമുദായത്തിന് കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നുള്ളൂ. അതുവരെ അവർ അജ്ഞതയിലാണ് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ പാപങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നാണ്. ഇതെല്ലാം തമോ ഗുണത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അടുത്ത ശ്ലോകം ഇതേ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അടുത്ത ശ്ലോകം കൂടി നമുക്ക് വായിക്കാം. 17ാമത്തെ ശ്ലോകം. സത്വത് സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭയേവച പ്രമാദമോഹോ തമസോ ഭവതോ അജ്ഞാനമേവച. എല്ലാം കൂടി ഒരു ശ്ലോകത്തിൽ ഭഗവാൻ ചുരുക്കി പറയുന്നതാണ്. സത്വ സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭയേവച പ്രമാദമോഹോ തമസോ ഭവതോ അജ്ഞാനമേവച. ഓരോ ഗുണത്തിൽ നിന്നും ഉണ്ടാകുന്ന റിസൾട്ടാണ് അവിടെ ഭഗവാൻ പറയുന്നത്. നമുക്ക് വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. യെസ്, ആരാണ് വായിക്കുന്നത്? ആരാധന മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. സത്വാൽ സംജായതേ ജ്ഞാനം രജസോ ലോഭയേവച പ്രമാദമോഹോ തമസോ ഭവതോ അജ്ഞാനമേവച. വിവർത്തനം. സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും രജസിൽ നിന്ന് ലോഭവും തമസിൽ നിന്ന് പ്രമാദവും മോഹം മൗഢ്യം എന്നിവയും ഉണ്ടാകുന്നു. ഭാവാർത്ഥം. ആധുനിക സംസ്കാരം ജീവസത്തകൾക്ക് വേണ്ടത്ര അനുയോജ്യമല്ലാത്തതുകൊണ്ട് അവർ കൃഷ്ണാവബോധം സ്വീകരിക്കേണ്ടതാണ്. കൃഷ്ണാവബോധത്തിലൂടെ സമൂഹത്തിൽ സത്വഗുണം പുഷ്ടിപ്പെടും. സത്വഗുണം പുഷ്ടിപ്പെടുമ്പോൾ ജനങ്ങൾ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുകയും ചെയ്യും. തമോ ഗുണത്തിൽ മനുഷ്യർ മൃഗപ്രായരാണ്. അവർക്ക് കാര്യങ്ങൾ സ്പഷ്ടമായി കാണാൻ കഴിയുകയില്ല. ഉദാഹരണമായി, ജന്തുഹിംസ ചെയ്താൽ തങ്ങൾ വരും ജന്മത്തിൽ അതേ ജീവികളാൽ കൊല്ലപ്പെടുമെന്ന സത്യം തമോ ഗുണബാധിതർ മനസ്സിലാക്കുന്നില്ല. അറിയേണ്ടവയെ പറ്റിയുള്ള വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് അവർക്ക് ഉത്തരവാദിത്വമില്ലാതെ വരുന്നത്. ഈ ഉത്തരവാദിത്വമില്ലായ്മ നിർത്തുന്നതിന് ഏവരിലും സത്വഗുണം വളർത്താൻ ഉതകുന്ന വിദ്യാഭ്യാസം കൂടിയേ തീരൂ. അത് ലഭിച്ചാൽ ജനങ്ങൾക്ക് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം സ്പഷ്ടമാവും. അവർ സ്ഥിരചിത്തരായിത്തീരും. ലോകത്തിൽ സമൃദ്ധിയും സന്തുഷ്ടിയും വർദ്ധിക്കും. ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും സമൃദ്ധിയും സന്തുഷ്ടവും വർദ്ധിച്ചില്ലെന്ന് വന്നാൽ പോലും സമൂഹത്തിൽ ചെറിയൊരു ശതമാനമെങ്കിലും കൃഷ്ണാവബോധം വളർത്തി സത്വഗുണത്തിലായാൽ ലോകത്തിൽ ഒട്ടാകെ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറിച്ച് രജസ്തമോ ഗുണങ്ങളിലാണ് ജനങ്ങൾ മുഴുകുന്നതെങ്കിൽ ഇവിടെ ഐശ്വര്യമോ സമാധാനമോ ഉണ്ടാവുക സാധ്യമല്ല. രാജസ സ്വഭാവികൾ ലോഭികളാണ്. അവരുടെ ഭോഗതൃഷ്ണയ്ക്കെതിരല്ല. വിഷയഭോഗങ്ങൾക്ക് വേണ്ടുന്ന സർവ്വ സൗകര്യങ്ങളും വേണ്ടത്ര ധനവും ഉണ്ടായിരുന്നാൽ തന്നെയും മനസമാധാനമോ സന്തോഷമോ ഇല്ലെന്ന് കാണാം. രജോ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഒരാൾക്ക് സന്തുഷ്ടിയാണ് വേണ്ടതെങ്കിൽ ധനം അതിനൊട്ടും സഹായകരമല്ല.
അയാൾ കൃഷ്ണാബോധ പരിശീലനം കൊണ്ട് സാത്വിക ഗുണത്തിലേക്ക് സ്വയം ഉയരുക തന്നെ വേണം. ഒരാൾ ജനോഗുണത്തിൽ മുഴുകുമ്പോൾ അയാളുടെ മനസ്സ് അസന്തുഷ്ടമായിരിക്കുമെന്ന് മാത്രമല്ല, പ്രവൃത്തിയും ബഹുലമായി തന്നെയിരിക്കും. തൻ്റെ പദവി നിലനിർത്താനാവശ്യമായ ധനം നേടുന്നതിന് വേണ്ടി അയാൾക്ക് പല ഉപായങ്ങളും ആസൂത്രണം ചെയ്യേണ്ടി വരും. ഏതു വിധത്തിലും ക്ലേശമേയുള്ളൂ. തമോ ഗുണത്തിൽ ആളുകൾ ഭ്രാന്തന്മാരാകുന്നു. തങ്ങളുടെ പരിതസ്ഥിതികളിൽ വെറുപ്പ് വളർന്ന് അവർ ലഹരി പദാർത്ഥങ്ങളെ അഭയം പ്രാപിക്കുന്നു. അങ്ങനെ കൂടുതൽ അജ്ഞതയിലേക്കാണ്ടുപോയി പോകുന്നു. ഏറ്റവും ഇരുളടഞ്ഞതാണ് ഇവരുടെ ഭാവി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാധാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഓരോ ഗുണത്തിന്റെയും ഫലം ഇവിടെ ചുരുക്കി പറയുകയാണ്. സത്വാ സഞ്ജായതേ ജ്ഞാനം. സത്വഗുണത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു വ്യക്തി ജ്ഞാനിയെ പോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥ ജ്ഞാനത്തിലാണോ ഇരിക്കുന്നത്, ആ വ്യക്തി പറയുന്നത് യഥാർത്ഥ ജ്ഞാനമാണോ എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കണം. ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് അത് നമ്മൾ ജ്ഞാനമായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം. അപ്പോൾ ആ വ്യക്തി സാത്വിക ഗുണത്തിലുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് യഥാർത്ഥ ജ്ഞാനമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുള്ളൂ. തമോ ഗുണിയായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നില്ല. സാത്വിക ഗുണത്തിൽ മാത്രമാണ് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത്. സത്വാ സഞ്ജായതേ ജ്ഞാനം. രജസോ ലോഭ ഏവച. രജസിൽ നിന്ന് കൂടുതൽ അത്യാഗ്രഹമാണ് ഉണ്ടാകുന്നത്, അസംതൃപ്തിയാണ് ഉണ്ടാകുന്നത്. രജസിൽ ഇരിക്കുന്നതോറും അസംതൃപ്തിയാണ് ഉണ്ടാകുന്നത്. പ്രമാദമോഹോ തമസോ ഭവതോ അജ്ഞാനമേവച. തമോ ഗുണത്തിൽ നിന്ന് അജ്ഞാനവും പ്രമാദവും ഉന്മാദാവസ്ഥയാണ്, ഭ്രാന്താണ് ഉണ്ടാകുന്നത്. തമോ ഗുണത്തിൽ ഒരു സമൂഹം ഭ്രാന്തന്മാരായി പോകും എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത്. ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ തമോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മാനസികമായിട്ടുള്ള നിലവാരം താഴോട്ട് പോകും. ആ വ്യക്തിക്ക് കാര്യങ്ങളെ യഥാർത്ഥ രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അങ്ങനെ സമൂഹത്തിൽ മുഴുവൻ തമോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ സമൂഹം മുഴുവൻ ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്നത് കാണാൻ സാധിക്കും. അത് തമോ ഗുണത്തിന്റെ ഒരു ഫലമാണ്. പ്രമാദമോഹം, ഒരു പ്രമാദം ഭ്രാന്തന്മാരെ പോലെ പെരുമാറും എന്നാണ് പറയുന്നത്. തമോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പാപകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. സമൂഹം മുഴുവൻ തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടാനും അവസരം ഉണ്ടാവുന്നില്ല. കാരണം തമോ ഗുണം ബാധിച്ചതുകൊണ്ട് അവർക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങളുടെ ശരിയായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. അത് സാത്വിക ഗുണത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നിവിടെ ഭഗവാൻ ചുരുക്കി പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത് സാത്വിക ഗുണത്തിലും. തമോ ഗുണം അജ്ഞാനത്തിന്റെ കാരണം ആകുന്നു. ഇനി ആ തമോ ഗുണം ഇല്ലാതാക്കണമെങ്കിലുള്ള വഴിയാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നത്. നമ്മൾ നേരിട്ട് കൃഷ്ണാബോധം സ്വീകരിക്കുകയാണെങ്കിൽ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, കാരണം ഭഗവാൻ ഈ ഗുണങ്ങൾക്ക് അതീതനാണ്, ഗുണങ്ങൾക്ക് ഉപരി ഇരിക്കുന്ന വ്യക്തിയാണ്. ആ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ സാത്വിക ഗുണം വർദ്ധിപ്പിക്കാൻ സാധിക്കും, തമോ ഗുണം ഇല്ലാതാക്കാൻ സാധിക്കും, രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ഫലങ്ങള് ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെ സമൂഹത്തിൽ കുറച്ചെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ ആ സമൂഹത്തിൽ മുഴുവൻ അതിന്റെ റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എല്ലാവരും നേരിട്ട് കൃഷ്ണാബോധം സ്വീകരിക്കും എന്ന് നമ്മൾക്ക് വിചാരിക്കാൻ സാധിക്കില്ല. കാരണം കൃഷ്ണാബോധം അത്രയും ഉയർന്ന ഒരു ചിന്താ പദ്ധതിയാണ്. അതുകൊണ്ട് എല്ലാവരും സ്വീകരിച്ചില്ലെങ്കിൽ പോലും സമൂഹത്തിൽ കുറച്ചു പേരെങ്കിലും കൃഷ്ണാബോധമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന് മുഴുവൻ ഗുണകരമാണ്, സമൂഹത്തിന് മുഴുവൻ അതുകൊണ്ട് നന്മയുണ്ടാകും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തമോ ഗുണമാണ് വർദ്ധിക്കുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം, സാത്വിക ഗുണം വളർത്തുന്നതിനുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് എവിടെയും കിട്ടുന്നില്ല.
എങ്ങനെയാണ് സാത്വിക ഗുണം വർദ്ധിപ്പിക്കേണ്ടത് എന്ന് എവിടെയും നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തമോ ഗുണമാണ് സമൂഹത്തിൽ വർദ്ധിക്കുന്നത്. സമൂഹത്തിൽ തമോ ഗുണവും രജോ ഗുണവും വർദ്ധിച്ചു കഴിഞ്ഞാൽ അസംതൃപ്തിയും ഉന്മാദാവസ്ഥയും മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നത്. അങ്ങനെ കൂടുതൽ അജ്ഞതയിലേക്ക് ആണ്ടുപോകുന്ന ഏറ്റവും ഇരുളടഞ്ഞതാണ് ഇവരുടെ ഭാവി. തമോ ഗുണവും രജോ ഗുണവും വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയില്ല. അവർ നിരാശരായിട്ട് മാറും. പിന്നീട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കും. ചില ആളുകൾ ആത്മഹത്യ ചെയ്യും. ചില ആളുകൾ ഭ്രാന്തന്മാരായിട്ട് മാറും. ചില ആളുകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ക്രിമിനൽസ് ആയിട്ട് മാറും. അങ്ങനെ ഭാവിയില്ലാത്ത ആളുകളായിട്ട് മാറാം. അത് തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും പ്രവർത്തനമായിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സമൂഹത്തിൽ സാത്വിക ഗുണം വർദ്ധിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ വിദ്യാഭ്യാസം, അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകേണ്ടതും അത്യാവശ്യമാണ് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നു. ഓക്കെ, യെസ്. ഈ 2 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം ചെല്ലാം.